വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞ് കോഴിക്കാലെ കാണുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മളെ വീട്ടിലെ കോഴി അമ്മേനെയും 5 മുട്ടകളെ അട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളെ കോഴിയമ്മ. നല്ല വെളുത്ത സുന്ദരിയാണ്. ഗൈസ്, ഇന്ന് 20ാമത്തെ ദിവസം ആവണേ ഉള്ളൂ. നാളെയാണ് 21. നാളെ തൊട്ടാണ് വിരിയുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടിപ്പോയിരുന്നു. ഒരു സംശയം, ഞാൻ ഒരു മുട്ട എടുത്ത് നോക്കിയപ്പോൾ അത് കുറച്ച് പൊട്ടി. ഞാൻ വിചാരിച്ചു അത് ഇളകി വരെയാണ് എനിക്കൊന്നും പറഞ്ഞ് അത്രയൊന്നും പൊട്ടിച്ചെടുത്തപ്പോൾ ഗൈസ് ആകർഷൻ നമ്മൾ അടുത്ത് ഇൻക്യുബേറ്ററും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻക്യുബേറ്റർ വെച്ചിട്ടുണ്ട്. വായോ കാണിച്ചു തരാം. ആ മുട്ടയ്ക്കകത്തൊരു വെളുത്ത സുന്ദരിയായിട്ടുള്ള ഒരു ബേബിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളാരും ഈ വീഡിയോ കണ്ടൊന്നും ചെയ്യരുത്. അതൊരു ജീവൻ തന്നെ പോകാൻ സാധ്യത ഉള്ളതാണ്. ഇത് 20ാമത്തെ ദിവസം പൊട്ടിച്ച് നോക്കിയോണ്ടാണ് ഇങ്ങനെ ആവശ്യമായി കിടക്കുന്നത്. അല്ലാതെ ചെയ്ത് നല്ല നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടും. അതുകൊണ്ട് കുട്ടികളാരും ഇങ്ങനെ ചെയ്യരുത്. നമുക്ക് കാണാം. നമ്മൾ ഇൻക്യുബേറ്ററിലാണ് വെച്ചിട്ടുള്ളത് ബേബി ചിക്കിനെ. അതിൽ ഓൾറെഡി കുറച്ച് മുട്ടകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാണ് നമ്മൾ ബേബി ചിക്കനെ വെച്ചത്. വയോ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇൻക്യുബേറ്റർ. തുറക്കാമേ. ഗൈസ്, ഇത് മരിച്ചുപോയി ഗൈസ്. പാവം, നല്ല ആക്റ്റീവായി വരേണ്ട ഒരു കുഞ്ഞായിരുന്നു. മരിച്ചുപോയി. എൻ്റെ ചിറക് നല്ല വെള്ളയും നല്ലൊരു കളറായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. മരിച്ചുപോയി ഗൈസ്. എനിക്കാണെങ്കിൽ സങ്കടം വന്നു. ഇത്രയും ആയിട്ട് നമ്മൾ മരിച്ചു പോയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നമ്മളെ വേർതിരിഞ്ഞ് പോവുകയാണ് ഗൈസ്. നമുക്ക് CPR ഒക്കെ കൊടുത്തു നോക്കിയപ്പോൾ പറ്റണില്ല. കൊണ്ട് കളാ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്. ആ കോഴിക്ക് പതുക്കെ ഇരുന്നൂടെ? ഇപ്പോഴും അതിനകത്ത് ശബ്ദം കേൾപ്പുണ്ട്. ആ മുട്ടക്കകത്തുനിന്ന് വിരിഞ്ഞു പറഞ്ഞില്ല. പക്ഷെ അത് ദിവസം എടുക്കും. അപ്പോൾ ഇതിലൂടെ നിങ്ങളാരും ഇത് ചെയ്യാനേ പാടില്ല. അയ്യോ, എൻ്റെ തല. അയ്യോ, ഭയങ്കര കുഞ്ഞു കോഴിയായിരുന്നു. കളയാൻ തോന്നുന്നില്ല. നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കുന്നു ഗൈസ്. ജീവൻ ഇല്ലാട്ടാണെങ്കിൽ അല്ല, പകുതി ഇതായിട്ട് ചീമുട്ടായിട്ട് കളഞ്ഞാലും ഇത്രയും വിഷമം കാണൂല. ഇവിടേക്ക് വീർത്ത് വന്നു എൻ്റെ കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കൊണ്ടുപോയി കുഴിച്ചെടുപ്പോ. നീ അച്ഛനോണ്ടോ? എനിക്ക് കണ്ടിട്ട് കരിച്ചിട്ട് കുഴിച്ചിടും.